നമസ്കാരം പ്രിയമുള്ളവരെ, 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ ആദ്യം പരാജയപ്പെടുന്ന മന്ത്രിമാരിൽ ഒരാൾ തീർച്ചയായും ആറന്മുളയിൽ നിന്ന് മത്സരിക്കുന്ന വീണ ജോർജ് ആയിരിക്കും എന്ന രാഷ്ട്രീയ നിഗമനം തന്നെയാണ് ആറന്മുളയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ പ്രമുഖ വാർത്താ ചാനലുകളെല്ലാവരും ആറന്മുളയുമായി ബന്ധപ്പെട്ട സർവേകൾ പുറത്തുവിടുമ്പോൾ ഏകപക്ഷീയമായവരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്: ആറന്മുളയിൽ ഇത്തവണ കോൺഗ്രസിൻ്റെ അബിൻ വർക്കി വിജയിക്കും എന്ന കാര്യമാണ്. പ്രത്യേകിച്ചും നമുക്കറിയാവുന്നതുപോലെ വീണ ജോർജിന് വ്യക്തമായ രാഷ്ട്രീയ പശ്ചാത്തലമില്ല. അവർ നേരത്തെ SFIയിലോ DYFIയിലോ ഒന്നും പ്രവർത്തിച്ചൊരു പാരമ്പര്യമില്ല. ഓർത്തഡോക്സ് സഭയുടെ നോമിനി എന്ന രീതിയിലാണ് ആദ്യമായി ആറന്മുളയിൽ വീണ ജോർജ് മത്സരിക്കുന്നത്. അന്ന് UDFും ഓർത്തഡോക്സ് സഭയും തമ്മിലുണ്ടായിരുന്ന ചില സഭാ തർക്കങ്ങളുടെ പേരിലുണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ആ അവസരം മുതലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ ജോർജിനെ LDF സ്ഥാനാർത്ഥിയാക്കുന്നത്. ആറന്മുളയിൽ അവരുടെ ഭർത്താവ് ജോർജ് ജോസഫ് ഓർത്തഡോക്സ് സഭയുടെ സഭാ നേതൃത്വത്തിൽ ഔദ്യോഗികമായി പദവികളൊക്കെ വഹിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശാനുസരണം ആണ് LDF അവിടെ അവരെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത്. എങ്കിലും പിന്നീട് വന്ന 2 തെരഞ്ഞെടുപ്പുകളിലും അവർക്കവിടെ വിജയിക്കുവാൻ കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ ജോർജ് ജോസഫ് തന്നെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് LDF നേതൃത്വത്തോട് തൻ്റെ ഭാര്യ ആയിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആ മണ്ഡലത്തിൽ ഇനി സീറ്റ് കൊടുക്കരുത്, പരിഗണിക്കരുത്, കുടുംബപരമായ ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ CPM അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നിരാകരിക്കുകയായിരുന്നു. വീണ ജോർജിന് വീണ്ടും സീറ്റ് കൊടുക്കുകയായിരുന്നു. എന്തായാലും അവിടെ നിന്ന് പുറത്തു വരുന്ന ചില നിഗമനങ്ങൾ അനുസരിച്ച് ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ ഇപ്രാവശ്യം വീണ ജോർജിന് ഉണ്ടാകില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും അവരുടെ ഭർത്താവ് തന്നെ അവർക്ക് സീറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ അബിൻ വർക്കി, അദ്ദേഹവും ഓർത്തഡോക്സ് സഭയുടെ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. ആ വോട്ടുകൾ, ഓർത്തഡോക്സ് സഭയുടെ വോട്ടുകൾ വീണ ജോർജിനും അബിൻ വർക്കിക്കുമായി വിഭജിച്ചു പോകും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സഭാ തർക്കത്തിൻ്റെ ആഴവും പരപ്പും ഒന്നും ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് സഭ ഇപ്പോൾ UDF അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അവിടെ അബിൻ വർഗി UDF സ്ഥാനാർത്ഥി വിജയിക്കും എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഉമ്മൻചാണ്ടി, അദ്ദേഹം ഓർത്തഡോക്സ് സഭാ വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ ആ സഭയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു എന്നതുമൊക്കെ അബിൻ വർഗിക്ക് അനുകൂലമായ ഒരു സമവാക്യം രൂപപ്പെടുന്നുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. സഭാ വോട്ടുകൾ 2ആയി വിഭജിക്കപ്പെടുന്ന ആ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് അബിൻ വർക്കിക്ക് വിജയിക്കുവാൻ കഴിയും എന്ന നിഗമനം തന്നെയാണ് പുറത്തു വരുന്നത്. മറ്റൊന്ന്, വീണ ജോർജിനെ കുറിച്ചുള്ള ചില ആരോപണങ്ങളൊക്കെയാണ്. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യ മേഖല താരതമ്യേന നല്ല നിലയിൽ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടു എന്ന വിശ്വാസമുണ്ട്. പ്രത്യേകിച്ചും നിപ്പ, കൊറോണ മുതലായ ആപത്ഘടകരമായ കാലഘട്ടത്തിൽ അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ വളരെ നല്ലപോലെ ആ വകുപ്പ് കൈകാര്യം ചെയ്തു എന്ന നിഗമനങ്ങളുണ്ട്. മാത്രമല്ല, 2ാമത് പിണറായി സർക്കാർ പക്ഷേ അധികാരത്തിൽ വരാനുള്ള കാരണം തന്നെ അന്ന് ആരോഗ്യ മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെ നിലപാടുകളും അവരുടെ സമീപനങ്ങളും ആരോഗ്യ മന്ത്രി പദവി അവർ വളരെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്തതുമാണ് എന്ന ചില നിഗമനങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം അധികാരത്തിൽ വന്ന വീണ ജോർജിനും തൻ്റെ വകുപ്പ് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. കെടും കാര്യസ്ഥത അവിടെ നിലനിന്നിരുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണതും RCCയിൽ ബയോപ്സി ടെസ്റ്റിന് കൊടുക്കുവാനുള്ള കാലതാമസവും കൊടുത്തതിന് ശേഷം തന്നെ റിപ്പോർട്ട് കിട്ടുവാനുള്ള കാലതാമസവും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലമായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്യപ്പെടാൻ നല്ലതുപോലെ കൈകാര്യം ചെയ്യാത്ത ഒരു വകുപ്പ് മന്ത്രി എന്ന രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ ആറന്മുളയിൽ തന്നെ നിലനിൽക്കുന്നു. അതും അവർക്ക് തിരിച്ചടിയാകും എന്ന വിശകലനങ്ങൾ തന്നെയാണ് ആ മണ്ഡലത്തിൽ നിന്ന് പുറത്തു വരുന്നത്. മറ്റൊന്ന്, കുമ്മനം രാജശേഖരനാണ് അവിടെ BJP സ്ഥാനാർത്ഥി. അദ്ദേഹം അവിടെ വിമാനത്താവളം വരുന്ന സമയത്ത് അതിനെതിരെ നടത്തിയ സമരങ്ങളൊക്കെയും അദ്ദേഹത്തിന് അനുകൂലമായ ചില വോട്ടുകൾ ക്രോഡീകരിക്കപ്പെടുന്നതിന് കാരണമാകും എന്ന നിലയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ അദ്ദേഹം നേരത്തെ അവിടെ 2016 മത്സരിച്ച MD രമേശ് പിടിച്ച അത്ര വോട്ടുകൾ പിടിക്കില്ല എന്ന ഒരു നിഗമനം വരുന്നുണ്ട്. അതായത് അപ്പർ കാസ്റ്റ് ഹിന്ദു വോട്ടുകൾ ഒരുപക്ഷെ BJPക്കും കോൺഗ്രസിനുമായി വിഭജിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. ഈ 2 ഘടകങ്ങൾ, അതായത് ഓർത്തഡോക്സ് സഭയിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ അബിൻ വർക്കിക്ക് കഴിയുന്നതും ഒപ്പം അപ്പർ കാസ്റ്റ് ഹിന്ദു വോട്ട് നല്ലൊരു വോട്ട് ശതമാനം BJPയിൽ നിന്ന് തിരിച്ചു പിടിക്കുവാൻ കഴിയുന്നതും ഭരണവിരുദ്ധ വികാരവും ഒപ്പം അബിൻ വർക്കിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കും എന്ന രാഷ്ട്രീയ നിഗമനം തന്നെയാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. 2016 അവിടെ MD രമേശ് മത്സരിക്കുമ്പോൾ 37,906 വോട്ടുകൾ പിടിച്ചിരുന്നു.
ആ വോട്ടുകൾ 2021 നിലനിർത്തുവാൻ കഴിഞ്ഞില്ല. 2016 23.48% വോട്ടുകൾ നേടിയ ബി ജെ പിക്ക് 2021 ആകുമ്പോൾ 17% വോട്ടുകൾ മാത്രമാണ് നേടുവാൻ കഴിഞ്ഞത്. 29,999 വോട്ടുകളായിട്ട് കുറയുന്നുണ്ട് എന്നതും ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് മത്സരിക്കുമ്പോൾ അവിടെ വോട്ട് കുറയുന്നു എന്ന ഒരു പ്രത്യേകത കൂടി ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ഒരുപക്ഷെ കുറച്ച് അധികം നേട്ടം ഈ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുമ്മനം രാജശേഖരൻ അവിടെ വോട്ട് വിഹിതം വർദ്ധിക്കുവാൻ കഴിഞ്ഞാൽ അബിൻ വർഗീയെ സംബന്ധിച്ച് അത് തിരിച്ചടിയാവും. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ അതിനുള്ള സാഹചര്യം കാണുന്നില്ല എന്ന ഒരു രാഷ്ട്രീയ നിഗമനം തന്നെയാണ് ആറന്മുളയിൽ നിന്ന് പുറത്തു വരുന്നത്. നമ്മൾ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുകളുടെ ഒന്ന് കണ്ണോടിച്ചാൽ അവിടെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിന് 17 സീറ്റും എൽ ഡി എഫിന് 12 സീറ്റുമാണുള്ളത്. ബി ജെ പിക്ക് ഒറ്റ സീറ്റാണുള്ളത്. ആറന്മുള പഞ്ചായത്തിൽ 8 സീറ്റ് യു ഡി എഫിന്, 6 സീറ്റ് എൽ ഡി എഫിന്, 5 സീറ്റ് ബി ജെ പിക്ക് എന്നാണ്. ചെന്നീർക്കരയിലെടുത്താൽ 10 സീറ്റ് യു ഡി എഫിന്, 4 സീറ്റ് എൽ ഡി എഫിന്, 1 സീറ്റ് ബി ജെ പിക്ക് എന്നാണ്. ഏലത്തൂരിലെടുക്കുകയാണെങ്കിൽ 9 സീറ്റ് യു ഡി എഫിന്, 1 സീറ്റ് എൽ ഡി എഫിന്, 4 സീറ്റ് ബി ജെ പിക്ക് എന്നാണ്. കോഴഞ്ചേരി എടുക്കുകയാണെങ്കിൽ 6 സീറ്റ് യു ഡി എഫിന്, 3 സീറ്റ് എൽ ഡി എഫിന്, 2 സീറ്റ് ബി ജെ പിക്ക് എന്നാണ്. കുളനട എടുക്കുകയാണെങ്കിൽ 1 സീറ്റ് യു ഡി എഫിന്, 8 സീറ്റ് എൽ ഡി എഫിന്, 4 സീറ്റ് ബി ജെ പിക്ക് എന്നാണ്. കുളനടയാണ് ഈ 13 ലോക്കൽ ബോഡി പഞ്ചായത്തുകൾ 13 പഞ്ചായത്തുകൾ വരുന്ന ആറന്മുള മണ്ഡലത്തിൽ സി പി എം ഭരിക്കുന്ന ഏക പഞ്ചായത്ത് എന്ന് പറയുന്നത് കുളനടയാണ്. നമ്മൾ മലപ്പുഴശ്ശേരി എടുക്കുകയാണെങ്കിൽ 8 സീറ്റ് യു ഡി എഫിന്, 1 സീറ്റ് എൽ ഡി എഫിന്, 3 സീറ്റ് ബി ജെ പിക്ക് എന്ന രീതിയിലാണ്. മെഴുവേലി എടുക്കുകയാണെങ്കിൽ 9 സീറ്റ് യു ഡി എഫിന്, 5 സീറ്റ് എൽ ഡി എഫിന്, 0 സീറ്റ് ബി ജെ പിക്കാണ്. നാരംഗാനം എടുക്കുകയാണെങ്കിൽ 6 സീറ്റ് യു ഡി എഫിന്, 2 സീറ്റ് എൽ ഡി എഫിന്, 6 സീറ്റ് ബി ജെ പിക്ക് എന്ന രീതിയിലാണ്. അതായത് നാരംഗാനം പഞ്ചായത്തിൽ യു ഡി എഫും ബി ജെ പിയും തമ്മിൽ നെക്ക് ടു നെക്ക് പഞ്ചായത്ത് ഇലക്ഷൻ റിസൾട്ട് അനുസരിച്ച് തുല്യം സീറ്റുകളാണ്. ഓമല്ലൂർ സീറ്റ് എടുക്കുകയാണെങ്കിൽ 6 സീറ്റ് യു ഡി എഫ്, 2 സീറ്റ് ബി ജെ പി, 2 സീറ്റ് എൽ ഡി എഫ്, 7 സീറ്റ് ബി ജെ പി. ഓമല്ലൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് ബി ജെ പി ആണ്. ഒരൊറ്റ പഞ്ചായത്ത് ബി ജെ പിക്കുണ്ട്. 13 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള ആറന്മുള നിയമസഭാ നിയോജക മണ്ഡലത്തിൽ. ഇരവിപേരൂർ എടുക്കുകയാണെങ്കിൽ 8 യു ഡി എഫ്, 6 എൽ ഡി എഫ്, 3 ബി ജെ പി എന്നാണ്. കോയിപ്പുറം എടുക്കുകയാണെങ്കിൽ 7-5-5, അതായത് കോയിപ്പുറത്ത് യു ഡി എഫ് ഭരിക്കുന്നു, പക്ഷേ എൽ ഡി എഫും ബി ജെ പിയും സമാസമം സീറ്റുകൾ പങ്കിടുന്നു, 5-5 എന്ന രീതിയിൽ. 13 ലോക്കൽ ബോഡിയിൽ 10 എണ്ണവും യു ഡി എഫ് ആണ്, 10 പഞ്ചായത്തുകളും യു ഡി എഫ് ആണ് ഭരിക്കുന്നത്. ഓമല്ലൂർ ബി ജെ പിക്ക്, കുളനട ബി ജെ പിക്ക്, 1-1 ബി ജെ പിക്കും എൽ ഡി എഫിനും. നാരങ്ങാനം ബി ജെ പി എൽ ഡി എഫ് സമാസമം എന്ന ഒരു പ്രത്യേകതയുണ്ട്. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ വോട്ട് നിലവാരം പരിശോധിക്കുകയാണെങ്കിൽ അപ്രമാദിത്യം യു ഡി എഫിനുണ്ട്. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും ആരോഗ്യമന്ത്രി എന്ന രീതിയിൽ വീണ ജോർജ് പുലർത്തിയ കെടുംകാര്യസ്ഥതയും യു ഡി എഫിന് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ആറന്മുള എത്തിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.